Hello dear students, welcome to the next video of Standard 12. In the last video we discussed about meter bridge. What is the use of meter bridge? Which is used to measure the unknown resistance. And what is its principle of Wheatstone bridge condition. Next we are going to discuss about what is the potentiometer. This is the potentiometer apparatus. Then I am going to discuss the different components in this potentiometer. RH is the rheostat. What is rheostat? നമുക്ക് റിയോസ്റ്റാറ്റ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് മാറ്റാനായിട്ട് സാധിക്കും. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിൻ്റാണ്. E1 E2 എന്ന് പറഞ്ഞ രണ്ട് സെല്ലാണ്. ഇത് B1, ഇത് പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സെല്ലാണ്, പുറത്ത് ഭാഗത്ത് കീ. ദെൻ ഒരു ജോക്കി ഉണ്ട്. ജോക്കി മീൻസ് ഒരു പോയിൻ്റ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ഈ ജോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയിൻ്റ്. ദെൻ ഇവിടെ ഒരു ഗാലനോമീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട്. സെക്കൻഡറി സർക്യൂട്ട് അതായത് ശരിക്കുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് റിയോസ്റ്റാറ്റിൽ നിന്ന് ഈ ബാറ്ററി B1 ബാറ്ററി അല്ല സെല്ല് വഴി എ കണക്ട് ചെയ്യും. എ തൊട്ട് ഈ ബി വരെ ഉള്ളത് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് വയറാണ്, 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് വയർ. അപ്പോൾ കണ്ടക്റ്റിംഗ് വയറാണ് എ തൊട്ട് ബി. പിന്നെ അത് കഴിഞ്ഞൊരു കീ ആയിട്ട് കണക്ഷൻ ചെയ്തു. ഇനി അതിൻ്റെ ഇടയിൽ നിന്നാണ്, ബീൻ്റെ ഇടയിൽ നിന്നാണ് വേറെ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. ആ സർക്യൂട്ടിൽ 2 സെല്ലുണ്ട്. E1 E2 എന്ന് പറഞ്ഞിട്ടുള്ള 2 സെല്ലും ഉണ്ട്. ആ സെല്ല് പിന്നെ ഈ സർക്യൂട്ടിലേക്ക് തന്നെ കണക്ഷൻ ചെയ്യുന്നത് ഒരു ഗാലനോമീറ്റർ വഴി കണക്ട് ചെയ്തിട്ട് ഇതൊരു കണ്ടക്ടറാണ്. ഈ വയർ ഒരു കണ്ടക്ടറാണ്. ജെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡറി സർക്യൂട്ടിൽ 2 സെല്ലുകളുണ്ട്. ഈ 2 സെല്ലുകളുടെ EMF ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. EMF എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് E1ഉം E2ഉം തമ്മിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തോരം അവർ തമ്മിൽ വ്യത്യാസമുണ്ട്, അവരുടെ റിലേഷൻ ഇങ്ങനെയാണ്, ആരാണ് കൂടുതൽ ആരാണ് കുറവ് എന്നൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റത്തെ യൂസാണ് കമ്പാരിഷൻ ഓഫ് EMF ഓഫ് 2 സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ 2 സെല്ലുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഈസ് the potential difference between 2 points of a current carrying conductor is directly proportional to the length of the wire between 2 points. 2 പോയിൻറ്റ്സ് തമ്മിലുള്ള വയറുകളുടെ ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് E1 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലും E2 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്, എ തൊട്ട് ബി വരെ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് വയറാണ്. എ തൊട്ട് ബി വരെ. ഓക്കെ, അപ്പോൾ എ തൊട്ട് ബി വരെയുള്ള ഈ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്തിട്ട്, അതായത് ഈ ജോക്കി ഏത് പോയിന്റിലാണോ വന്ന് മുട്ടണേ ആ മുട്ടുന്ന പോയിന്റിൽ ഗാലനോമീറ്ററിൽ 0 റീഡിങ് കാണണം. അപ്പോൾ 0 റീഡിങ് കാണുമ്പോൾ ഉണ്ടാവണം അവിടുത്തെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കാം. ആ മെഷർമെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ E1 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിൻ്റെ EMF എത്രയാണെന്ന് കിട്ടും. E2 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിൻ്റെ EMF എത്രയാണെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ 2 വേ സ്വിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3 പോയിൻ്റ് കാണാം അല്ലേ? ഞാൻ ഒന്നുകൂടി എടുത്ത് വരയ്ക്കാം. 3 പോയിൻ്റ് കാണാം. ഇതിൽ കീ ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ E1 എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലിലത്തെ കറണ്ട് ആയിരിക്കും ഇതിലൂടെ ഫ്ലോ ചെയ്യുക. ഇവിടെയും ഉണ്ടാവും കണക്ട് ചെയ്യാൻ, ഇവിടെയും ഉണ്ടാവും കണക്ട് ചെയ്യാൻ. അപ്പോൾ E1 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E1ൻ്റെ വോൾട്ടേജ് മാത്രമാണ് നമുക്ക് പോവുള്ളൂ. അപ്പോൾ E1ൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ടുള്ള ബാലൻസിങ് ലെങ്ത്ത് കിട്ടും. ഇനി മുകളിലത്തെ കീ ഊരിയിട്ട് രണ്ടാമത്തെ കീയിൽ നമ്മൾ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ E2നായിരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ലെങ്ത്ത് കിട്ടും. അപ്പോൾ E1ൻ്റെയും E2ൻ്റെയും ബാലൻസിങ് ലെങ്ത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവർ തമ്മിലുള്ള EMFൻ്റെ കമ്പാരിഷൻ കിട്ടും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എ ബാറ്ററി B1 റിയോസ്റ്റാറ്റ് കീ ആർ കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബീൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗം ഉണ്ടാവും. എ തൊട്ട് ബി വരെയുള്ള ഈ ഭാഗത്ത് ഒരു ബാറ്ററിൻ്റെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു കീ ഉണ്ട്. ദിസ് സർക്യൂട്ട് ഈസ് പ്രൈമറി സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടിനാണ് എന്ത് പറയുന്നത്? പ്രൈമറി സർക്യൂട്ട്. ദ പോസിറ്റീവ് എൻഡ് ഓഫ് E1 ആൻഡ് E2 ആർ കണക്റ്റഡ് ടു എ.
പോസിറ്റീവ് എൻഡ് E1ൻ്റെയും E2ൻ്റെയും എയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ജോയിനഡ് അല്ല, ഒരു കീ വെച്ചിട്ടാണ് കണക്റ്റഡ് ടു എ ആൻഡ് അതർ എൻഡ്സ് ആർ കണക്റ്റഡ് ടു എ ടു വേ കീ. അപ്പോൾ ടു വേ കീ ആയിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദ ജോക്കി ഈസ് കണക്റ്റഡ് ടു എ ടു വേ കീ ത്രൂ ഗാൽവനോമീറ്റർ. അപ്പോൾ E1 E20 പോസിറ്റീവ് എൻഡ് ഒരു ടു വേ കീ വെച്ചിട്ട് എയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതർ എൻഡ് നെഗറ്റീവ് എൻഡ് ടു വേ കീ വെച്ചിട്ട് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ദിസ് സർക്യൂട്ട് ഈസ് കോൾഡ് സെക്കൻഡറി സർക്യൂട്ട്. ഇപ്പോൾ പ്രൈമറി സർക്യൂട്ട് ഉണ്ട്, സെക്കൻഡറി സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കീ ഇൻ പ്രൈമറി സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദെൻ E1 ഈസ് പുട്ട് ഇൻ ടു ദ സർക്യൂട്ട് ആൻഡ് ബാലൻസിങ് ലെങ്ത് L1 ഈസ് ഫൈൻഡ് ഔട്ട്. നമുക്ക് ടു വേ കീയിൽ ഫസ്റ്റത്തെ കീ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ E1ൻ്റെ ബാലൻസിങ് ലെങ്ത് എത്രയാണെന്ന് കിട്ടും. അതാണിത് L1. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ E2 സിമിലർലി E2യും സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ E2ൻ്റെയും ബാലൻസ് ലെങ്ത് കിട്ടും L2. ബൈ ഡിവൈഡിങ് E1 ആൻഡ് E2 വി ഗെറ്റ് E1 ബൈ ഡിവൈഡഡ് ബൈ E2 വിച്ച് ഈസ് ഈക്വൽ ടു L1 ബൈ L2. ഇതിൻ്റെ വെറുതെ റിലേഷൻ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കണ്ടോ. അപ്പോൾ L1 L2 കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ E1ഉം E2 തമ്മിലുള്ള റിലേഷൻ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇത് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഈ വാല്യൂ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. E1ഉം E2ഉം അറിയേണ്ട ആവശ്യമില്ല, L1 L2 മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് സെല്ലുകൾ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ആ റെസിസ്റ്റൻസ് ആണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ എൻ്റെ പ്രിൻസിപ്പിൾ എന്താ, ബാലൻസ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് EMF ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സർക്യൂട്ട് ഡീറ്റെയിൽ എന്ന് പറയുന്നത് battery B1 rheostat and Q1 is connected in between A and B. This circuit is known as primary circuit. മറ്റേതിൻ്റെ പോലെ തന്നെ ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ഇൻ സെക്കൻഡറി സർക്യൂട്ട് ബാറ്ററി ഇവിടെ ഒരു ബാറ്ററി ഉണ്ടായിരിക്കും. ഹാവിങ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R. ഇതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ഉണ്ടായിരിക്കും. ദെൻ ഒരു റെസിസ്റ്റൻസ് ബോക്സ് R capital R is connected across the battery through a key. അപ്പോൾ പാരലായിട്ട് ഈക്ക് പാരലായിട്ട് റെസിസ്റ്റൻസ് ബോക്സോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ദെൻ കണക്റ്റഡ് അക്രോസ് ദ ബാറ്ററി ത്രൂ എ കീ K2. ദ ജോക്കി ഈസ് കണക്റ്റഡ് ടു ദ ബാറ്ററി ത്രൂ ദ ഗാൽവനോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ജോക്കി വഴി ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡറി സർക്യൂട്ടിലുള്ളത്. പിന്നെ അതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് ദ കീ K1 ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. അതായത് ഇത് കുത്തിവെക്കണം, ഇവിടെ ഇത് അടച്ചിരിക്കണം, ക്ലോസ്ഡ്. ആൻഡ് ദ കീ ഇൻ ദ സെക്കൻഡറി ഈസ് ഓപ്പൺ. ഇത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, ഇത് കണക്ട് ചെയ്യാൻ പാടില്ല. The jockey is moved to get zero deflection in the galvanometer. The balancing length L1 is find out. അങ്ങനെ നമുക്ക് ഇത് ഈ കീ ക്ലോസ് ചെയ്തിട്ടും ഇത് ഓപ്പൺ ചെയ്തിട്ടും നമുക്കൊരു ബാലൻസിങ് ലെങ്ത് കിട്ടും. അതാണ് L1 എന്ന് പറയുന്നത്. ദെൻ കീ K2 ഈസ് പുട്ട് ഇൻ ദ സർക്യൂട്ട്. കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് L2 ഈസ് ഫൈൻഡ് ഔട്ട്. ലെറ്റ് V be the applied voltage. ദെൻ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കീ 2 എന്ന് പറഞ്ഞിട്ടുള്ള കീ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ബാലൻസിങ് ലെങ്ത് അടുത്തത് കിട്ടും. അതാണ് ഏത് L2 എന്ന് പറയുമ്പോൾ ഇവിടെ L2 ആണ് വരാം കേട്ടോ. V ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ബോക്സ്. റെസിസ്റ്റൻസ് ബോക്സ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന് അക്രോസ് ചെയ്തുള്ള വോൾട്ടേജ് ആണ്, അത് നമുക്കറിയില്ല. ദാറ്റ് ഇസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് V ഈസ് ഈക്വൽ ടു ER ബൈ R പ്ലസ് R. അതായത് E എന്ന് പറയുന്നത് നമ്മുടെ കൊടുത്തിട്ടുള്ള നമ്മൾ അവിടുത്തെ സെല്ലിൻ്റെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ബോക്സിൻ്റെ അക്രോസുള്ള റെസിസ്റ്റൻസ് ആണ് V, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ R പ്ലസ് R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബോക്സിലെ റെസിസ്റ്റൻസും സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് R, സ്മോൾ ലെറ്റർ R. ദെൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 ഇൻറ്റു 3 ഇക്വേഷൻ നമ്പർ 3 ഇതാണ്. ഇക്വേഷൻ നമ്പർ 3യെ 2ലെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. അതായത് ഈ R ഡിവൈഡ് ബൈ R പ്ലസ് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L2. അങ്ങനെ ഡയറക്ട്ലി പിന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ സ്മോൾ ലെറ്റർ R ഇസ് ഈക്വൽ ടു R ഇൻറ്റു L1 മൈനസ് L2 ബൈ ക്യാപിറ്റൽ L2, സോറി സ്മോൾ ലെറ്റർ L2.
small letter r internal resistance which is equal to capital letter R into L1 minus L2 divided by L2. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ തിയറി പഠിക്കുക. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അതായത് വൈ ദ പൊട്ടൻഷ്യോമീറ്റർ സുപ്പീരിയർ ടു വോൾട്ട് മീറ്റർ ഇൻ മെഷറിങ് ദ EMF ഓഫ് എ സെൽ. എന്തുകൊണ്ടാണ് വോൾട്ട് മീറ്ററിന് പകരം നമ്മൾ EMF നോക്കാനായിട്ട് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്ന്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് വേണം. അതായത് ഒരു ബാറ്ററി ഇട്ടാലാണ് വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് നമ്മളൊരു കറണ്ട് കൊടുക്കണം. അപ്പോൾ ഒരു കറണ്ട് ഒക്കെ നമ്മൾ ഇതിന് കൊടുക്കണം, വോൾട്ട് മീറ്ററിന് കൊടുക്കണം. പക്ഷേ പൊട്ടൻഷ്യോമീറ്ററിനാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ കറണ്ട് നള്ളിഫൈ ചെയ്ത് പോവുകയും ചെയ്യില്ല. ദാറ്റ് മീൻസ് വോൾട്ട് മീറ്റർ ടേക്സ് സം കറണ്ട് വൈൽ മെഷറിങ് ദി EMF. സോ ആക്ച്വൽ EMF ഈസ് റെഡ്യൂസ്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന EMF ചിലപ്പോൾ അവിടെ നിന്ന് കുറഞ്ഞു പോകും. അപ്പോൾ 1.5 ഒക്കെയുള്ള ബാറ്ററി നമ്മൾ ഈ വോൾട്ട് മീറ്റർ ചെക്ക് ചെയ്ത് വരുമ്പോൾ 1.43 ഒക്കെ ആയിട്ട് കുറയും, ആക്യുറസി കുറയും. ബട്ട് പൊട്ടൻഷ്യോമീറ്റർ ഡസ് നോട്ട് ടേക്ക് കറണ്ട് അറ്റ് നൾ പോയിന്റ് ആൻഡ് hence measures actual EMF. Hence the potentiometer is more accurate than the voltmeter. അപ്പോൾ അങ്ങനെ കറണ്ട് എടുക്കാത്തത് കൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ആണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ മെയിനായിട്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു സെല്ലിൻ്റെ. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ യൂസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. താങ്ക് യു.